യാവോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ക്യുവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവനെ കാണാതെയാകുമ്പോൾ അവൾ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അവരുടെ 100 ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ യാവോ എത്താൻ ഒരുപാട് ലേറ്റായി. അന്ന് എന്നെ ക്യുവാന് ഒരു ബിസിനസ് മീറ്റിങ്ങിന് ഔട്ട് ഓഫ് ടൗൺ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ക്യുവാന്റെ ഫ്ലൈറ്റിന്റെ ടൈം ആയതുകൊണ്ട് അവൻ പോയി കാണുമെന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ ക്യുവാൻ അപ്പോൾ ഒരു കേക്കുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അവനെ കാണുമ്പോൾ അവൾ വളരെ ഹാപ്പി ആകുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേ, നിന്റെ ഫ്ലൈറ്റിന്റെ ടൈം ആയില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതെങ്ങനെ പോസിബിൾ ആകും, ഈ സെലിബ്രേഷൻ നിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ. സോ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ യാവുവിന് കരച്ചിൽ വരുന്നു. അവൻ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ കപ്പിൾ നെക്ലേസ്. അവൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ആ സെയിം തന്നെ. എന്നിട്ട് ആ നെക്ലേസ് അവൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. തൻ്റെ നെക്ലേസ് അവളെ കാണിക്കുകയും ചെയ്യുന്നു. ഇത് ക്യുവാൻ ഇഷ്ടമല്ലെന്ന കാര്യം നേരത്തെ യാവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അവൾ ആ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റുപ്പിഡായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഇതൊരു ഫൂളിഷ് കാര്യമാണെന്നാണ്. പക്ഷെ നീ ഇട്ടിരിക്കുന്ന ഈ സെയിം നെക്ലസ് ഞാനും ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ അവളെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് കൂടുതൽ ഇൻറ്റിമേറ്റ് ആകാൻ തുടങ്ങുമ്പോഴേക്കും യാവു ഷൈയായി റൂമിലേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ക്യുവാൻ നോക്കുമ്പോൾ യാവു തൻ്റെ റൂമിൽ നിന്ന് ഒരു പില്ലോ എടുത്ത് അവൻ്റെ റൂമിലേക്ക് വരുന്നു. ഇത് കണ്ട് ക്യുവാൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൻ ഓടി അവൻ്റെ റൂമിലേക്ക് പോകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ യാവു ക്യുവാൻ്റെ ബെഡിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവൾ എണീക്കുമ്പോൾ അവളുടെ അടുത്ത് ക്യുവാൻ ഉണ്ടായിരുന്നില്ല. പകരം അവൻ്റെ ഫുൾ സൈസിലുള്ള അവൻ്റെ ഫോട്ടോ ഒട്ടിച്ചൊരു പില്ലോ. അവൾക്ക് വേണ്ടി അവനൊരു നോട്ടും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടിൽ ഇതിനേക്കാളും നല്ല ഗിഫ്റ്റ് നിനക്ക് തരാൻ എൻ്റെ പക്കലൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എന്നെ തന്നെ നിനക്ക് തരുകയാണെന്ന് പറയുന്നു. ഞാനില്ലാത്ത സമയത്ത് നീ സ്വയം നന്നായിട്ട് കെയർ ചെയ്യണം, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണമെന്നും അവൻ അവളോട് ആ നോട്ടിൽ പറയുന്നുണ്ട്. ക്യുവാൻ്റെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗിലായിരുന്നു. സോ അവൻ നേരത്തെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൻ ലിയാനെ കോൾ ചെയ്യുന്നു. യാവുവിനെ സ്പെഷ്യലായി കെയർ ചെയ്യണമെന്ന് ക്യുവാൻ ലിയാനോട് പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് യാവു എൻ്റെ ഗേൾഫ്രണ്ട് ആയതുകൊണ്ടല്ല, പകരം എൻ്റെ അണ്ടറിൽ അവൾ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. യാവു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. ഒരു എക്സലന്റ് ലോയർ ആകാൻ അവൾ എന്തായാലും ഡിസേർവ് ചെയ്യുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. യാവുവിനെ കുറിച്ച് ക്യുവാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ലിയാന് ഒരുപാട് ജലസി ഫീൽ ചെയ്യുന്നുണ്ട്. നീ എബ്രോഡിലേക്ക് പോകുകയല്ലേ, തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടുവരണം എന്ന് അവൾ പറയുന്നു. ആ ബ്രാൻഡ് ചൈനയിൽ കിട്ടില്ല, എബ്രോഡിൽ മാത്രമേ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് പ്ലീസ് നീ എനിക്ക് വേണ്ടി ഇത് വാങ്ങിക്കൊണ്ട് വരണം എന്ന് ലിയാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ലിയാൻ തൻ്റെ ഓഫീസിലിരുന്ന് ലോയറുമായി ഒരു കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാണ്. ഈ കേസ് താൻ ഏറ്റെടുക്കുന്നില്ലെന്നും കാരണം ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്, ഏതെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ലോയർ ഈ കേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓഫീസിലേക്ക് യാവു വരുന്നു. ക്യുവാൻ ഇതുവരെ ഏൽപ്പിച്ച എല്ലാ കേസുകളും യാവു വളരെ നന്നായാണ് ചെയ്തതെന്ന് ലിയാൻ അറിയാം. രാവിലെ ക്യുവാൻ യാവുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ലിയാൻ ഓർക്കുന്നു. സോ ക്യുവാന്റെയും ഈ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളുടെയും മുന്നിലുള്ള യാവുവിന്റെ ഈ പെർഫെക്റ്റ് ഇമേജ് തകർക്കാൻ ഇത് പറ്റിയ അവസരമാണെന്ന് ലിയാന് മനസ്സിലാകുന്നു. ഇതൊരു ഈസി കേസാണ്, നിനക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് ലിയാൻ പറഞ്ഞ് ആ കേസ് യാവുവിന് കൊടുക്കുന്നുണ്ട്. ലിയാന്റെ കൂടെ നിന്ന് ആ ലോയർ ആകട്ടെ ഇത് കണ്ട് ഒരുപാട് സർപ്രൈസ് ആകുന്നു. ഇവൾ ഒരുപാട് സ്മാർട്ടാണെന്ന് ഞാൻ കേട്ടത്, ഈ കേസ് ഇവൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാമെന്ന് ലിയാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവോ കേസുമായി ബന്ധപ്പെട്ട ക്ലയന്റിനെ കാണാൻ വരുന്നു. ഈ ക്ലയന്റിനെ കണ്ടിട്ടാകട്ടെ ആൻറ്റി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. കോംപ്ലിക്കേറ്റഡ് പോയിട്ട് ഒരു സൈക്കോപാത്തിനെ പോലെയാണ് ആ ആൻറ്റി ബിഹേവ് ചെയ്യുന്നത്. ഓരോ ചെറിയ ചെറിയ പഴയ കാര്യങ്ങളിൽ പോലും വാല്യൂ കൂട്ടുന്ന ഒരാൾ. അങ്ങനെ ഈ കോംപ്ലിക്കേറ്റഡ് ആൻറ്റിയുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞ ശേഷം യാവു ഓഫീസിലേക്ക് വരുന്നു. അപ്പോൾ ടാങ് യാവുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അവൾ വരുന്നത് ഒരു കോഫിയും കേക്കുമായിട്ടാണ്. ഞാൻ ഇന്ന് ഒരുപാട് ഫ്രീ ആണ്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറയാൻ ടാങ് പറയുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, പോകുന്നതിന് മുന്നേ നിന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ക്യുവാൻ അല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾ ചോദിച്ചത് ശരിയായിരുന്നു. ക്യുവാൻ പോകുന്നതിന് മുന്നേ ടാങ്ങിന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ആസ് എ ഫ്രണ്ട് നീ യാവുവിനെ കെയർ ചെയ്യണമെന്നും
അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നും ഈ കേസ് തനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് യാവു ടാങ്ങിനോട് പറയുന്നുണ്ട്. അതേസമയം ക്യുവനാണ് കാണിക്കുന്നത്. അവൻ എബ്രോഡിൽ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. മീറ്റിംഗിന് ശേഷം ക്ലൈനോട് ഇവിടെ അടുത്തെവിടെ ബീച്ചെന്ന് ചോദിക്കുന്നു. ബീച്ചിലെത്തിയ ശേഷം ക്യുവാൻ യാവുവിനെ വീഡിയോ കോൾ ചെയ്യുന്നു. കാരണം ക്യുവാൻ്റെ കൂടെ ബീച്ചിൽ പോകണം എന്നുള്ളത് യാവുവിൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അവിടുത്തെ സീനറീസ് എല്ലാം അവൻ അവളെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവർ രണ്ടുപേരും ഒരു കാര്യം തീരുമാനിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർ ഒരു വെക്കേഷന് പോകുമെന്ന്, വളരെ സീനറിയുള്ള ഒരു ബീച്ചിലേക്ക്. നെക്സ്റ്റ് ഡേ താൻ പ്രിപ്പയർ ചെയ്ത ഈ കേസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റുമായി യാവു റിയാൻ്റെ ഓഫീസിലേക്ക് വരുന്നു. യാവുവിൻ്റെ ഡോക്യുമെൻറ്റും വർക്കിംഗ് സ്റ്റൈലും എല്ലാം കണ്ട് ലിയാങ് ആകട്ടെ ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. അവൾ ആ ഡോക്യുമെൻറ്റിൽ ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പറയാനായ കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മനസ്സില്ലാ മനസ്സോടെ ഒരു സ്മൈലുമായി അവളെ പുകഴ്ത്തേണ്ടി വരുന്നു. യാവു പോയ ശേഷം ലിയാങ് തന്റെ ലോയറിനോട് ഈ ഡോക്യുമെന്റ് നോക്കി എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടെത്താൻ പറയുന്നു. ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഓൾറെഡി 2 തവണ ചെക്ക് ചെയ്തതാണ്. ഇതിൽ ഒരു മിസ്റ്റേക്സും ഇല്ല. ഈ ഗേൾ സത്യത്തിൽ നല്ല കേപ്പബിൾ ആണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ക്യുവാൻ ഈ ഗേളിനെ ഇത്രയും പുകഴ്ത്തുന്നതെന്ന്. ഇവൾ സത്യത്തിൽ ഒരു കേപ്പബിൾ ലോയർ ആണെന്ന് അയാൾ പറയുന്നു. ഇതോടെ കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ ഫേസ് ഒരുപാട് മാറുന്നു. നെക്സ്റ്റ് സീനിൽ ഈവനിങ് ആണ് കാണിക്കുന്നത്. ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിയാങ് ഓഫീസിലേക്ക് വരുന്നു. ലിയാങ്ങിന്റെ ഫേസ് കണ്ട് അറിയാം അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ യാവുവിന്റെ ആ സീറ്റിംഗ് പ്ലേസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഫോട്ടോ നോക്കി ക്യുവാൻ ഇത്രമാത്രം ഇംപ്രസ് ആകാൻ ഈ ഓർഡിനറി ഗേളിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയൽസ് എല്ലാം അവൾ നോക്കുന്നുണ്ട്. അവൾ അവിടെ എന്തോ കുഴപ്പം ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ യാവു ഓഫീസിലേക്ക് വരുമ്പോൾ അവൾ ആകെ ടെൻഷനിലാകുന്നു. കോർട്ടിൻ്റെ പ്രൊസീഡിങ്ങിന് വേണ്ടി അവൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റ്സ് അവിടെ ഞാൻ കാണാനില്ല. ടാങ്ങും അവളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. കോർട്ടിൽ വരുമ്പോൾ ആ ആൻറ്റിയും അവളെ കുറെ വഴക്കു പറയുന്നു. നീ എന്ത് ടൈപ്പ് ലോയറാണ്? ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? നീ എന്താ നിന്റെ ഗുഡ് ലുക്സ് കൊണ്ടാണോ ഈ ജോബ് ചെയ്യാറുള്ളതെന്ന് അവർ ചോദിക്കുന്നു. അവസാനം ഈ കോംപ്ലിക്കേറ്റഡ് ആൻറ്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി യാവുവിന് എഴുതി കൊടുക്കേണ്ടി വരുന്നു. ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഓരോ രൂപയും കോമ്പൻസേഷനായി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആൻറ്റി കുറച്ച് ശാന്തമാകുന്നു. നെക്സ്റ്റ് കോർട്ട് സീനാണ് കാണിക്കുന്നത്. കേസിന്റെ ഹിയറിംഗ് നടക്കുന്നു. ഹിയറിംഗ് നടക്കുമ്പോൾ തനിക്ക് കിട്ടാനുള്ള അലിമണിയായ മണിയുടെ ഫുൾ കിട്ടില്ലെന്ന് ആ ആൻറ്റിക്ക് സംശയം തോന്നുന്നുണ്ട്. സോ ആൻറ്റി അവിടെ കുറെ ബഹളം വെക്കുന്നു. യാവു പറഞ്ഞിട്ടൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. തൻ്റെ ഈ ക്ലൈന്റിനെ ഹാൻഡിൽ ചെയ്യാൻ യാവു ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു വിധത്തിൽ ആ ആൻറ്റിയും കൂട്ടി വീണ്ടും വന്നിരിക്കുന്നു. എന്നിട്ട് ഹിയറിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾദോ കുറച്ച് ഡോക്യുമെന്റ്സ് യാവുവിന്റെ പക്കൽ മിസ്സിംഗ് ആയിരുന്നുവെങ്കിലും അവൾ ആ കേസ് നന്നായിട്ട് വാദിക്കുന്നു. ലാസ്റ്റ് അവളുടെ ക്ലയന്റ് ആൻറ്റി കേസ് ജയിക്കുന്നുണ്ട്. യാവു ഈ കേസ് വാദിക്കുന്നത് മറ്റു ചില ലോയേഴ്സും കാണുന്നുണ്ട്. അവരും അവളിൽ ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ലോയർ ലീ ആണ്. കോർട്ടിന് വെളിയിലേക്ക് വരുമ്പോൾ ലോയർ ലീ യാവോട് സംസാരിക്കുന്നു. അവൻ അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ജുൻഹാൻ ലോ ഫേമിന്ന് നിനക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ഞങ്ങളുടെ ലോ ഫേം കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞ് അവളുടെ കാർഡ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. യാവു ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു. ടാങ് അവളെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. നീ ഈ കേസ് വളരെ നന്നായാണ് ഹാൻഡിൽ ചെയ്തത്. ഇന്നത്തെ നിന്റെ കോർട്ടിലെ ഓവറോൾ പെർഫോമൻസ് കണ്ട് നീ സത്യത്തിൽ ഒരുപാട് മെച്യൂറായെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നീ ഈ കേസ് ജയിച്ചതിലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ആൻറ്റിയെ നീ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തതിനും നീ എന്തായാലും ഒരു പാർട്ടി ഡിസേർവ് ചെയ്യുന്നു എന്ന് ടാങ് പറയുന്നു. യാവു ആകട്ടെ സ്മൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് സൗണ്ട് കേൾക്കുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ആ ആൻറ്റി കുറെ അഴുക്കും മുട്ടയും ടൊമാറ്റോയുമായി വന്ന് അവരുടെ ലോ ഫേമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. യാവു വന്ന് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻ്റ് ആണ്. ഇതെല്ലാം കാരണം എനിക്ക് സംഭവിച്ച മെൻ്റൽ സ്ട്രെസ്സിന് എനിക്ക് ആര് കോമ്പൻസേഷൻ തരുമെന്ന് അവർ ചോദിക്കുന്നു. എന്നിട്ട് യാവിൻ്റെ ദേഹത്തേക്ക് ആ മുട്ടയെല്ലാം എറിയുന്നുണ്ട്. യാവു അവരോട് ശാന്തമാകാൻ പറയുന്നുണ്ട്. ഞാൻ നിനക്ക് തന്ന റെസീപ്റ്റ്സ് നീ നഷ്ടമാക്കി. എന്നിട്ട് ഞാൻ എന്തിനാ നിന്റെ ലോ ഫേമിൽ ഇത്രയും വലിയ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമെന്ന് അവർ ചോദിക്കുന്നു.
അവർ യാവുവിനെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ ടാങ് ഇടയ്ക്ക് കയറി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട, നിങ്ങളുടെ ബോസിനെ വിളിക്കാൻ അവർ പറയുന്നു. ലിയാങ് അവിടേക്ക് വരുന്നുണ്ട്. ജുൻഹാൻ ലോ ഫേമിന് വലിയ പേരല്ലേ, എന്നിട്ടും ഞാൻ തന്ന റെസീപ്റ്റ്സ് എനിക്കിവിടെ നഷ്ടമായെന്ന് അവർ പറയുമ്പോൾ ലിയാങ് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ നല്ല പേഴ്സണാകാൻ ശ്രമിക്കുന്നു. ശരിയാണ്, നിങ്ങൾ കൊടുത്ത റെസീപ്റ്റ്സ് യാവുവിൻ്റെ കയ്യിൽ നഷ്ടമായി. പക്ഷെ എന്നാലും നിങ്ങളുടെ കേസ് വാദിച്ച് യാവു നിങ്ങളെ ജയിപ്പിച്ചില്ലേ? സോ നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ലിയാങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് യാവുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആൻറ്റി ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. താങ്കൾ ഈ ഓഫീസിൽ എത്ര ഫീസാണ് അടച്ചത് അതെല്ലാം ഞാൻ താങ്കൾക്ക് തിരിച്ചു തരും. കാരണം യാവു എൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. യാവുവിന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അതൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് പോലെയാണ്. ഞാൻ ഇവളുടെ ബോസാണ്. അതുകൊണ്ട് താങ്കളുടെ റെസിപ്റ്റ് മിസ്സായതിൻ്റെ പേരിൽ താങ്കൾ ഈ ഓഫീസിൽ എത്ര ഫീസാണ് അടച്ചത് അതെല്ലാം ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആ ആൻറ്റിക്ക് ഹാപ്പി ആകുന്നുണ്ട്. ലിയാങ് ആ ആൻറ്റിയോട് വീണ്ടും യാവിനോട് ക്ഷമിക്കണം, അവൾ ഒരുപാട് യങ്ങാണ്. അതുമാത്രമല്ല ഈ ഓഫീസിലെ ഏറ്റവും വലിയ ബോസിൻ്റെ ഗേൾഫ്രണ്ടും. അതുകൊണ്ട് ഇവിടെ ആർക്കും യാവിന് ഒന്നും പറയാൻ പറ്റില്ലെന്നും അവൾ പറയുന്നുണ്ട്. ഫുൾ ഓഫീസിനെ മുന്നിൽ വെച്ച് തന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ യാവുന് ഒരുപാട് ഇൻസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കേസ് ജയിച്ചിട്ടും അവൾ കേൾക്കുന്നതാവട്ടെ ക്യുവാന് ഗേൾഫ്രണ്ട് എന്ന ടാഗ് മാത്രം. അതുകൊണ്ടാണ് തനിക്ക് ഈ പ്രിവിലേജ് എല്ലാം കിട്ടിയെന്ന്. ആ ആൻറ്റി അവിടുന്ന് പോയ ശേഷം ലിയാങ് യാവിൻ്റെ അടുത്തേക്ക് വരുന്നു. അവളുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്ന വ്യാജേന. എന്നിട്ട് അവളുടെ ക്ലോസ് ആയിട്ട് നിന്ന്, ഒരു വിമൻ എന്ന രീതിയിൽ നീ ഈ ഫീൽഡിൽ ഒരുപാട് ഉയരങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം കഴിവ് കൊണ്ട് നീ എത്തണം. അല്ലാതെ ഒരാണുങ്ങളുടെയും ഹെൽപ്പ് കൊണ്ടാകരുത്, അവരുടെ ഷാഡോ ആയി നിന്ന് അവരുടെ സപ്പോർട്ട് കൊണ്ടാകരുതെന്ന് ലിയാങ് പറയുന്നു. അപ്പോഴേക്കും ലീജനും അവിടേക്ക് വരുന്നുണ്ട്. യാവുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ തൻ്റെ കൂട്ടൂരി അവളെ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മറ്റ് എംപ്ലോയീസിനോട് അവിടുന്ന് പോകാൻ പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഓഫീസിൽ കൂടുതൽ ഗോസിപ്സ് സ്പ്രെഡ് ആകുന്നു. യാവ് ക്യുവാനെ മാത്രമല്ല ലീജിനെയും ട്രാപ്പ് ചെയ്തിരിക്കുകയാണെന്ന്. എന്തായാലും തൻ്റെ മിഷനിൽ ലിയാൻ സക്സസ് ആകുന്നു. അവളുടെ ഫേസിൽ ഒരു കണ്ണിങ് സ്മൈൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ ലീജൻ ലിയാങ്ങിൻ്റെ ഓഫീസിലേക്ക് വരുന്നു. നമ്മുടെ ഓഫീസിൽ ഇത്രയും വലിയ പ്രശ്നം നടന്ന സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും ഒരു എൻക്വയറി നടക്കണം. അതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുന്നിൽ നീ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. യാവു നിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു അണ്ടർലിംഗ് ആയ അവൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. ബോസായ നീ തന്നെ കൊടുക്കണം എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ ലീജന്റെ ഫേസിൽ ഒരു കണ്ണിങ്നെസ് ഉണ്ടായിരുന്നു. അവന് ലിയാങ്ങിൽ എന്തോ സംശയമുള്ള പോലെ. നെക്സ്റ്റ് സീനിൽ യാവു ലീജന്റെ ഓഫീസിലേക്ക് വരുന്നു. ഞാൻ വന്നത് താങ്കളോട് സോറി പറയാനാണെന്ന് അവൾ പറയുന്നുണ്ട്.